+2ന്റെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഇന്റഗ്രേഷന്റെ എക്സസൈസ് 7.2 ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 7.2ൽ 39 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇന്റഗ്രൽ 2x/1+x² dx. ഞാൻ 1+x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാ. നമ്മളൊരു ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ ഡിനോമിനേറ്റർ കിടക്കുന്ന ഫംഗ്ഷൻ ആയിരിക്കും മിക്കപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ റൂട്ടിനകത്ത് വരുന്ന ഫംഗ്ഷൻസ്, പിന്നെ ഒരു ഫംഗ്ഷനകത്ത് തന്നെ വേറൊരു ഫംഗ്ഷൻ വരുമ്പോൾ, അതായത് ഇപ്പം സൈൻ ഓഫ് കോസ് എക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അല്ലെ റൂട്ട് വരുവാണെങ്കിൽ റൂട്ടിനകത്ത് കിടക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും ആ ഫംഗ്ഷനിൽ തന്നെ, ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 1+x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 1+x² ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2x ആയിരിക്കത്തില്ലേ? 2x ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലോ. അത് നമുക്ക് ധൈര്യമായിട്ട് 1+x² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് 1+x² = t. ഇനി ഈ ഒരു ഇക്വേഷനെ ഞാൻ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. x²ൻ്റെത് 2x. 0 + 2x = ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? dt/dx ആയിരിക്കും അല്ലേ? അതെ, 2x = dt/dx. ഈ dx ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. 2x dx = dt എന്ന് കിട്ടും. നമുക്ക് 2x dx ഈ ഒരു ക്വസ്റ്റിനകത്തുണ്ടല്ലോ. അതെങ്ങനെ എഴുതാം? = ഇന്റഗ്രൽ 1/1+x² എങ്ങനെ എഴുതാം? 1/t എന്ന് എഴുതിക്കൂടെ? 2x dx എനിക്ക് dt എന്ന് എഴുതാം. അതെന്ത് കിട്ടി? 1/t dt. ഇന്റഗ്രൽ 1/t dt. എന്താണ് ഇന്റഗ്രൽ 1/x dx എന്തായിരുന്നു? ലോഗ് മോഡ് x ആയിരുന്നു. അതായത് ഇന്റഗ്രൽ 1/t dt എന്തായിരിക്കും? ലോഗ് മോഡ് t + c. ഇനി ടിക്ക് വാല്യൂ കൊടുക്കണം. ടി എന്താണ്? 1+x² അല്ലേ? ലോഗ് മോഡ് 1+x² + c. ഇതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇന്റഗ്രൽ log x (x dx). ഇവിടെ ഞാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞ, മെജോറിറ്റി കേസിലും ഡിനോമിനേറ്റർ കിടക്കുന്നവർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ എന്താ, മുകളിൽ എന്തുണ്ട്? log x ഉണ്ട്. ഞാൻ log xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ log xന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 1/x കിട്ടൂലേ? ഈ log xന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/x ഈ ഒരു ക്വസ്റ്റിനകത്ത് തന്നെ ഇല്ലേ? അത് എനിക്ക് എന്ത് ചെയ്യാം? log xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് log x = t. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. log xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് dt/dx ആണ്. ഈ dx ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. 1/x dx = dt. ഇവിടെ 1/x dx ഉണ്ടല്ലോ. അത് നമുക്ക് എങ്ങനെ എഴുതാം? log xന് വരെ എന്ത് കൊടുക്കാം? t കൊടുക്കാം. log xന്റെ സ്ക്വയർ ആയതുകൊണ്ട് t² കൊടുത്തു. 1/x dxന് വരെ എന്ത് കൊടുക്കാം? dt കൊടുക്കാം. t² dt എന്താ? t⁻² + 1/2 + 1 + c എന്ന് വരും. t³ / 3 + c എന്ന് വരും. ടിയുടെ വാല്യൂ എടുക്കാമല്ലോ. ടി എന്തായിരുന്നു? log x ആയിരുന്നു. log x (3 + c എന്ന് വരും ആൻസർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ 1/x + x log x dx. ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് മുന്നേ ഡിനോമിനേറ്ററിൽ നിന്നൊരു എക്സ് കോമൺ എടുക്കാൻ പോവാ. എക്സ് കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട്? ഇവിടുന്ന് ഒരു എക്സ് കോമൺ എടുത്താൽ ബാക്കി ഇവിടെ ഒരു 1 ഉണ്ട്. 1 + x log x ന് എക്സ് കോമൺ എടുത്താൽ എന്തുണ്ട് ബാക്കി? log x. അല്ലെ ഡിനോമിനേറ്ററിൽ എന്തായി? x × 1 + log x എന്നായി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 1 + log x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നു. പുട്ട് 1 + log x = t. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. log xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. 1/x = ടിയുടെ ഡെറിവേറ്റീവ് എന്താ? dt/dx. dx ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. 1/x dx = dt എന്ന് കിട്ടും. ഇവിടെ എന്താവും അന്നേരം? ഇന്റഗ്രൽ
1/t 1 പ്ലസ് ലോഗ് എക്സ് ടി അല്ലേ. ഈ 1/x dx എന്നുള്ള ടേമിനെ മൊത്തത്തിൽ എങ്ങനെ എഴുതാം? dt എന്ന് എഴുതിക്കൂടെ? dt എന്ന് കൊടുത്തു. 1/t dt എന്ന് കിട്ടിയില്ലേ? എന്താ ഇൻ്റഗ്രൽ 1/t dt? ലോഗ് മോഡ് t പ്ലസ് സി. ടി എന്തായിരുന്നു? 1 പ്ലസ് ലോഗ് എക്സ് ആയിരുന്നു. അന്നേരം ലോഗ് മോഡ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ കോസ് എക്സ് ഡി എക്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷനകത്ത് അടുത്ത ഫംഗ്ഷൻ വന്നിക്കോ. ഇവിടെ സൈൻ എക്സിന് വരെ എന്ത് വന്നേക്കുന്നത്? സൈൻ ഓഫ് കോസ് എക്സ് എന്നല്ലേ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പുട്ട് കോസ് എക്സ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? മൈനസ് സൈൻ എക്സ് ആയിരുന്നു അല്ലേ. ടിയുടെ ഡെറിവേറ്റീവ് ഡി ടി ബൈ ഡി എക്സ്. ഇനി സൈൻ എക്സ് ഡി എക്സ്, സൈൻ എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് മൈനസ് സൈൻ എക്സ് എന്നല്ല കിട്ടി. മൈനസ് നമുക്ക് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം, ഡി എക്സ് ഇങ്ങനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അന്നേരം സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് ഡി ടി നീട്ടില്ലേ. സൈൻ എക്സ് ഡി എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ഡി ടി കൊടുക്കാം. ഇനി എന്താവും ഇത്? സൈൻ ഓഫ് കോസ് എക്സ് എന്താവും? സൈൻ ഓഫ് ടി. കോസ് എക്സിന് പകരം ടി എന്ന് കൊടുക്കാമല്ലോ, സൈൻ ടി. സൈൻ എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം? മൈനസ് ഡി ടി. സൈൻ ടി ഇൻറ്റു മൈനസ് ഡി ടി. മൈനസ് നമുക്ക് ഇനി പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് വരും. ഇനി എന്താണ് സൈനിൻ്റെ ഇൻ്റഗ്രൽ? മൈനസ് കോസ് അല്ലേ. അന്നേരം മൈനസ്, ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ് കോസ് ടി പ്ലസ് സി എന്ന് വരും. ഈക്വൽ ടു കോസ് ടി പ്ലസ് സി. എന്താണ് ടി? എന്താണ്? കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇവിടെ നമുക്ക് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, കാരണം സൈൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള കോസ് ഇവിടെ തന്നെ ഉണ്ട്. കോസിന് കൊടുത്താൽ മൈനസ് സൈൻ വരുമെന്നേ ഉള്ളൂ. നമുക്കിവിടെ എന്ത് കൊടുക്കാം? സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് സൈൻ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ അകത്തെ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടേ? ചെയിൻ റൂളിനകത്ത് അങ്ങനെയല്ലേ ചെയ്തത്. അതായത് കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എ അല്ലേ. എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ അല്ലേ. അന്നേരം കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് ആണ് എ. ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ്. ഇവിടെ എന്താ ഉള്ളത്? കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഉണ്ട്. എ ഇവിടെ എക്സ്ട്രാ കിടക്കുമല്ലേ, എ നമുക്ക് അപ്പുറത്ത് കൊടുക്കാം. കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ എ എന്ന് കിട്ടും. ഇതെങ്ങനെ വരും? ഇവിടെ ഞാൻ ഈക്വൽ ടു ഐ എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ എ എക്സ് പ്ലസ് ബിക്ക് വരെ എന്ത് കൊടുക്കാം? ടി എന്ന് കൊടുക്കാം. കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സിന് വരെ എന്ത് കൊടുക്കാം? ഡി ടി ബൈ എ എന്ന് കൊടുക്കാം. ടി ഇൻറ്റു ഡി ടി ബൈ എ എന്ന് വരും. ഈക്വൽ ടു 1/a ഇൻറ്റു ഇൻ്റഗ്രൽ ടി ഡി ടി. എന്ത് വരും? 1/a ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വരത്തില്ലേ. ഈക്വൽ ടു 1/2a സൈൻ എ എക്സ് പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ. അതിനേക്ക് സൈൻ സ്ക്വയർ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. സൈൻ സ്ക്വയർ എ എക്സ് പ്ലസ് ബി പ്ലസ് സി എന്ന് വരും.